ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി സാമ്പാറാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ച സമയത്ത് കുറച്ച് ആളുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ചൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള മസാലപ്പൊടികളും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ അരക്കപ്പിലും കുറച്ച് താഴെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/3 കപ്പ് അളവിലുണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പരിപ്പിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒരൊറ്റ വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കഷ്ണം ഇടുകയാണെങ്കിൽ കറക്റ്റ് ഇതായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ നല്ല കനം കുറഞ്ഞ പരിപ്പാണ് കഷ്ണത്തിൻ്റെ കൂടെ തന്നെ വേവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊരു 10-15 മിനിറ്റ് കുതിർത്തിട്ട് കഷ്ണം ഇതും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ആദ്യം ഒരു വിസിൽ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഷ്ണം മുറിച്ച് റെഡിയായി വരുമ്പോഴേക്കും ഇതൊരു വിസിലടിച്ച് ഓഫായാൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയും കഷ്ണങ്ങളാണ് ഇപ്പോൾ ഞാൻ സാമ്പാറിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും കുറഞ്ഞ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറേ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ കൂട്ടത്തിൽ വരുന്ന എല്ലാ കഷ്ണങ്ങളും ഇതിലില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഒത്തൻറ്റിക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെക്കുന്ന സമയത്തൊക്കെ എല്ലാ കഷ്ണങ്ങളും കുറച്ച് ഉൾക്കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഈ സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി കുമ്പളങ്ങ കഷ്ണം വേണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മത്തൻ്റെ പീസുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേന ചെറുതായിട്ട് മുറിച്ചെടുത്തത്. പിന്നെ ഒരു വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മതിയാവട്ടെ. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു സവാളയുടെ ഒരു പകുതിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിടുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. വലിയ പീസായിട്ടായിട്ട് ഒരു ഇത്തിരി ബീൻസ്, അതുപോലെ തന്നെ ഒരു ചെറിയ കിഴങ്ങ് അല്ലെങ്കിൽ ഒരു കിഴങ്ങിൻ്റെ ഒരു പകുതി മതി. പിന്നെ മുരിങ്ങയ്ക്ക എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ പ്രഷർ കുക്കറിലേക്ക് ഇടണ്ട, ഒന്ന് സെപ്പറേറ്റ് വേവിച്ചാൽ മതി, വെന്തുടഞ്ഞു പോകും. ഇനി ഒരു പാകത്തിന് മൂപ്പാണെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മൂപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നടുവൊന്ന് മുറിച്ചിട്ട് ഒന്ന് നേരെ പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. കാരണം നമ്മൾ ഇനിയിപ്പോൾ പൊടികളൊക്കെ എത്ര വറുത്തിട്ടാലും മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ സാമ്പാറിനൊരു മഞ്ഞ കളറായിരിക്കും. ആ ഒരു വറുത്ത കളർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മളെ കട്ടിക്കായ ഉണ്ടല്ലോ, അതൊരു ചെറിയ പീസ്, വളരെ ഇത്ര മതി കേട്ടോ. കൂടിപ്പോയ ഒരു കയ്പ്പ് ടേസ്റ്റ് ആകും. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു കഷ്ണങ്ങളിലേക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചൂടാക്കാതെ ഇതേപോലത്തെ ചെറിയൊരു പീസ് ഈ സമയത്ത് കഷ്ണത്തിലേക്ക് ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം പോരാ, കുറച്ചൊരു വെള്ളം കൂടുതൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് സാമ്പാർ പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇനി പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു വിസിൽ കഴിയുമ്പോൾ തന്നെ ഓഫാക്കി വെക്കുക. ഈ സമയത്ത് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക, ഒരു 3-4 വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൽ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് പിടിച്ചോട്ടെ. എന്നിട്ട് ചെറിയ തീയിൽ ഒന്നങ്ങ് അതിൻ്റെ ഒരു കൊഴുപ്പ് പോകുന്നവരെ നന്നായിട്ടൊന്നങ്ങ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറവായി വരുന്ന സമയത്തിന് ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു തക്കാളി അത്യാവശ്യം വലിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. ഒരുപാട് വഴറ്റിയെടുക്കാനല്ല കേട്ടോ, ചെറുതായിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുക. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇവിടെ വെക്കാം. നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഇടാനുള്ളതാണ്. കഷ്ണങ്ങൾ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രഷർ കുറച്ച് കളയുകയാണ് കേട്ടോ. കാരണം കുറേ സമയം പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനി ഇത് 2-3 മിനിറ്റ് അല്ലാതെയും തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആവുന്ന സമയത്ത് മുഴുവനായിട്ട് ഉടഞ്ഞു പോകും. കണ്ടോ, ഈ ഒരു രീതിയിൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ആ മുരിങ്ങക്കായ് കാര്യങ്ങളൊന്നും ഉടയാതെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള തക്കാളിയും വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുൻപ് തന്നെ നമ്മൾ ഇത്രയ്ക്കൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുള്ളി എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെ കയ്യിലുള്ള ആ ഒരു പുളിക്ക് എത്രത്തോളം പുളി ഉണ്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ടൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം എരിവുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് നാട്ടിൽ നിന്നും അബ്ദുസലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ്. ഹോംലി ആയിട്ടുള്ള നാടൻ രീതിയിൽ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. സാമ്പാർ പൊടിയും ഒക്കെ അതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 പൊടികളും കൂടെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്ത് ചൂടാക്കി എടുക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ ടേസ്റ്റ് ആവും. അങ്ങനെ വേണ്ട, ചെറിയ തീയിൽ നന്നായിട്ട് കളറ് മാറി കിട്ടും വേണം, നല്ലൊരു മണവും വരണം. ഇങ്ങനെ വറുത്ത് ചേർക്കുന്ന സമയത്ത് സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടിക്കോളും. ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടിലേക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാനിലേക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നാലാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ എന്തായാലും തിളയ്ക്കണം. കാരണം ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു പുളിവെള്ളത്തിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും മാറണം. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണം, മസാലപ്പൊടികളും പുളിവെള്ളം എല്ലാം കൂടെ. അത് തിളയ്ക്കന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. ഈ സമയത്ത് ഇതിങ്ങനെ തിളപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ കഷ്ണം വേവിച്ചിട്ട് ആ പ്രഷർ കളഞ്ഞില്ല, കൂടുതൽ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതും കൂടെ ആവുന്ന സമയത്ത് ഉടഞ്ഞു പോകുന്നതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ലാസ്റ്റ് സാമ്പാറിലേക്കുള്ള കടുക് വറുത്തൊഴിക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കഴുകി തൊലിയോട് കൂടെ തന്നെ കഴുകിയിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടും. ആ സമയത്ത് തന്നെ കുറച്ച് വറ്റൽമുളക് ചെറുതായി മുറിച്ച് 2-3 ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിൽ ഇപ്പോൾ എത്രത്തോളം മസാല ഉണ്ട് നോക്കിയിട്ട് ഇതിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ആവാട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം കുറച്ച് കുറവായതുകൊണ്ട് നോക്കിയിട്ട് മാത്രം മതി. അതിൽ ആദ്യം ഉണ്ടെങ്കിൽ അത്ര വേണ്ട. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് വറുത്ത് ചൂടാക്കിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു കട്ടിക്കായം ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് കായപ്പൊടി കൂടുതൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ കറിയുടെ മേലെ ഒരു ഇത്തിരി തൂവി കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. കായപ്പൊടി ഇത്തിരി മുൻപിൽ നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കൂടി പോകരുത്, കയ്പ്പ് ടേസ്റ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് മേലെ വെയിറ്റ് വെക്കണ്ട കേട്ടോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ കൂടുതൽ വേവായി പോവും. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ടാവും. ശരിക്കും നല്ല പാകത്തിനുള്ളൊരു കുറുകലാണ് കേട്ടോ. ഇത് ഒരു അരമണിക്കൂറും കൂടെ ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറുകും. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളമാക്കാൻ. കൂടുതൽ ലൂസും ആവേണ്ട, എന്നാൽ ഒരുപാട് ഇങ്ങനെ കോരി എടുക്കുന്ന കട്ടിയാവേണ്ട. ഈ ഒരു രീതിയിൽ മതിയാകും. ഇപ്പോൾ കണ്ടില്ല, മുരിങ്ങക്കായി കാര്യങ്ങളും അങ്ങനെയൊന്നും ഉടഞ്ഞു പോകുന്നൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. സാമ്പാർ കറി പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാവും. ഇന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഈ ഒരു സാമ്പാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒത്തൻറ്റിക് വേയിലുള്ള ആ ഒരു സാമ്പാർ എന്നല്ല കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു സാമ്പാർ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കറി തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്നും മറക്കരുത്. അപ്പം എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ഞാനൊരു മല്ലിപ്പൊടി സാമ്പാർ പൊടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നാട്ടിൽ നിന്നും അബ്ദുൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ശരിക്കും എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഹോംലി ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല ഹോംമെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. ഇത്രയും പ്രോഡക്റ്റ്സാണ് ഇതിലുള്ളത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ബിരിയാണി മസാല, ഫിഷ് മസാല, കബ്സ മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതിൻ്റെ കൂടെ തന്നെ ഒരു കോക്കനട്ട് ഓയിൽ സോപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മസാലപ്പൊടികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള പൊടികളുണ്ടല്ലോ, അതാണ്. ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ കറക്റ്റ് നല്ലൊരു ഹോം മെയ്ഡ് മണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്നവരല്ല, അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഒരു തവണ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് ഫോളോ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അത്രേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഹോം മെയ്ഡായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ അത് നമ്മൾ കഴിയുന്ന പോലെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അതും വേറെ നല്ലൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നിട്ട് അവർക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലൊക്കെ ഒന്ന് കൊടുത്താൽ മതി. എല്ലാ അഡ്രസ്സും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ.